റേഡിയോ ഇസ്ലാം സമകാലികത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സമകാലികമായി ചർച്ച ചെയ്യപ്പെടുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. ജാതീയതയും വംശീയതയും ഒക്കെ തുടച്ചു നീക്കി എന്ന് നമ്മൾ പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മളോട് സംവദിക്കാൻ നമ്മുടെ കൂടെയുള്ളത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള ഹബീബ് റഹ്മാനാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. നമ്മുടെ കേരളം കേരളത്തിൻ്റെ ചരിത്രം ആദ്യം മുതൽ നമ്മൾ നോക്കുന്ന സമയത്ത് ജാതീയത വിഭാഗീയതയൊക്കെ നടന്നിരുന്ന ഒരു ചരിത്രമാണുള്ളത്. അതിൻ്റെ ഏറ്റവും തീവ്രമായ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി 100% ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്ററസി ഉണ്ടായിരുന്ന സമയം ആണിപ്പോൾ നിലവിൽ. നിരക്ഷരായിട്ടുള്ള ആളുകൾ ആരുമില്ലാതെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ നിറഞ്ഞിരിക്കുന്ന കേരളം. ഈ കേരളത്തിൽ, പ്രബുദ്ധമായ കേരളത്തിൽ ഇപ്പോഴും ഈ ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ടോ, ജാതീയത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം ഇത് ചർച്ച ചെയ്യാൻ പെട്ടെന്നുണ്ടായ കാരണം ഇതിൻ്റെ സംഭവമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ജാതീയത ഈ പതിറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയിൽ ഒരു ജാതി വ്യവസ്ഥയുടെ കീഴിലാണ് നിലനിൽക്കുന്നത്. ലോകത്ത് ഇത്രത്തോളം ജാതീയത, ഇത്രത്തോളം വംശീയതയും വിഭാഗീയതയും ഒക്കെ ഉള്ള ഒരു സമൂഹവും രാജ്യവും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അതിൻ്റെ അലിയൊലി കൂടുതൽ രൂക്ഷമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് നമ്മൾ ജനനം കൊണ്ടുള്ള ഈ ആണല്ലോ ജാതി. യഥാർത്ഥത്തിൽ ഈ ജനനം കൊണ്ട് ആരെയും വിഭാഗീയമായി തിരിക്കാനോ അല്ലെങ്കിൽ അവരെ സ്വഭാവത്തെ സംബന്ധിച്ചോ ജോലിയെ സംബന്ധിച്ചോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ശക്തമായിട്ടുണ്ടായിരുന്നാണല്ലോ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. പിന്നെ ഒരു വലിയ കുലത്തിലുള്ള ഒരാൾ വന്നാൽ മറ്റുള്ളവർ മാറിക്കൊടുക്കണം എന്നൊക്കെയുള്ള ചരിത്രം. അതെന്താ പറഞ്ഞാൽ ഈ കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ ഈ ആദ്യ കാലത്ത്, അതായത് ഏകദേശം ഒരു 100 വർഷം മുമ്പ് തന്നെ നമ്മൾ ഇവിടുത്തെ പല എഴുത്തുകാരുടെയും ചരിത്രകാരന്മാരെയൊക്കെ അവിടെയൊക്കെ പുസ്തകങ്ങളും എഴുത്തുകളൊക്കെ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ട് ഭയങ്കര നമുക്ക് നമ്മുടെ സംസ്കാരത്തോട് ഭയങ്കര ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകുന്ന രീതിയിലാണ് ഉള്ളത്. കാരണം മനുഷ്യരെ അത്രമാത്രം പരസ്പരമുള്ള അകൽച്ചയും ജാതീയതയും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യാസം കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇത് പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഈ ജീവിതത്തിൽ മാത്രമല്ല, മരണത്തിൽ പോലും ഡെഡ് ബോഡിയോട് പോലും വിഭാഗീയത ഉണ്ടാക്കുക, ജാതീയത ഉണ്ടാക്കുക, അതാരെ ഡെഡ് ബോഡിയാണ് എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വളരെ അതുകൊണ്ടാണല്ലോ ഇപ്പം കേരളത്തിൻ്റെ ഭ്രാന്താലയം എന്ന് വിളിക്കാൻ കാരണം. അപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിൽ അത് എഴുതുന്നുണ്ട്. ഞാൻ കേരളത്തിൽ സന്ദർശിച്ചപ്പോൾ ലോകത്ത് എവിടെയും ഇല്ലാത്ത തരത്തിലുള്ള വിവേചനങ്ങളും തൊട്ടുകൂടായ്മയും ഒക്കെയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് പറയുന്നത്. പക്ഷേ ഇത് കുറേ കാലത്തിന് ശേഷം ഇതിങ്ങനെ നമ്മളെ കുറേ നവോത്ഥാന നായകരൊക്കെ വന്നതിന് ശേഷം എന്ത് ചെയ്തു, മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിലും ഇപ്പോഴും ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കറിയാവുന്ന പോലെ ഈ സംഭവം നടന്നത് ഇപ്പോൾ കണ്ണൂരാണല്ലോ. അപ്പോൾ ഇതും ധർമ്മടത്ത മുഖ്യമന്ത്രിൻ്റെ മണ്ഡലത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ ഡെന്റൽ കോളേജിൽ. അതേപോലെ ഈ കണ്ണൂർ വെച്ച് തന്നെയാണ് മുമ്പേ ഈ മന്ത്രി രാധാകൃഷ്ണൻ ഒരു പരിപാടിയിൽ, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടി പോയപ്പോൾ ഭയങ്കര വിവേചനം ഉണ്ടായി. പിന്നെ ഇതിൽ മാത്രമല്ല, കലക്ടർ, ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി എല്ലാ രംഗത്തും, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, മൊത്തം എല്ലാ രംഗത്തും ഈ ഒരു ഒരു ജാതി വിവേചനം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് പല സമയത്തും എന്ത് ചെയ്യും, പുറത്തേക്ക് തികട്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ നവോത്ഥാനം അല്ലെങ്കിൽ സാംസ്കാരിക സാക്ഷര സുന്ദര കേരളം എന്നൊക്കെ പറയുന്നത് ഈ രംഗത്തെത്തുമ്പോൾ നമ്മൾ എന്തായി പോകുന്നു, സ്റ്റക്കായി പോയി, നമുക്ക് നമ്മളെ വളർച്ച താഴോട്ടാണോ എന്ന് തോന്നിപ്പോയി ചെയ്യും. അപ്പം അങ്ങനെ കേരളത്തിൽ നിലനിന്നിരുന്ന കേരളത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാകുന്ന ആ രൂപത്തിലുള്ള കേരളത്തിൽ നിന്നും ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന കേരളത്തിലേക്ക് എത്തിപ്പെടാൻ ഒരുപാട് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തന സമിതികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ എന്നിട്ട് ഈ കേരളത്തിലെ ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ടൊക്കെ, ഇപ്പം എൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു അനുഭവം, ജാതീയതയുടെ അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ പല ആളുകൾക്കും അങ്ങനെ അനുഭവങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലിടക്ക്, താങ്കളുടെയൊക്കെ ജീവിതത്തിലിടക്ക് എപ്പോഴെങ്കിലും ഈ രൂപത്തിലുള്ള അനുഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പല ഉദാഹരണങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചൊലിച്ച സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ
സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികൾ സ്ക്വാഡ് വർക്ക് നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ വീടുകൾ ഇങ്ങനെ സന്ദർശിച്ച കൂട്ടത്തിൽ ഒരു അല്ലാതെ ദാഹം വന്നപ്പം ഒരു വീട്ടിലെത്തിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചോദിച്ചു. ഒരു സാധാരണ ഒരു കുറച്ച് പാവപ്പെട്ട ഒരാളെ വീടാണ്. അപ്പോൾ അടുത്ത് കുറേ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെള്ളത്തിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ടും വെള്ളം കൊണ്ടുവരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പ്രായമുള്ള സ്ത്രീ ഇങ്ങോട്ട് പിന്നെ മുൻഭാഗത്തേക്ക് വന്നിട്ട് പിന്നെ വളരെ സങ്കടത്തോട് പറഞ്ഞു, ഞങ്ങൾ വീട്ടിൽ നിന്ന് ആരും വെള്ളം കുടിക്കാറില്ല, നിങ്ങൾക്ക് വെള്ളം തന്നാൽ നിങ്ങൾ കുടിക്കുമെന്ന്. ഇതെനിക്ക് ഭയങ്കര ഷോക്കായി. അങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കുന്നു, പിന്നെ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളം വാങ്ങിയിട്ട് കുടിച്ചു. അത് അവർക്ക് ഭയങ്കര അവരെ അവിടെ അമ്മേൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അനുഭവം അത്ഭുതമൊക്കെ ആയി. കാരണം അത് എനിക്കും അത് അത്ഭുതമായി. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ ഇതേപോലെ. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് എന്താ പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെ ഭാഷയിൽ പോലും എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഭാഷയിൽ പോലും ഈ ജാതീയത ഉണ്ട്. ഇത് നിങ്ങൾ മുമ്പത്തെ ചോദ്യത്തിനും കൂടി, അതായത് ഇപ്പോൾ ഇല്ലം അതിന് ചെറ്റ, അത് നീരാട്ട് കുളി, പിന്നെ ഉലാത്തൽ നടത്തം, കടാക്ഷം നോട്ടം, പാനം കുടി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ഭാഷയിൽ തന്നെ ജാതീയതയും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഭയങ്കര അങ്ങനെ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഒരു പര്യായപദങ്ങൾ ഉണ്ടാവും, പക്ഷേ ഇത് പര്യായപദങ്ങളല്ല, ഇത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൊണ്ടുള്ള പിന്നെ വ്യത്യാസമാണ്. അതേപോലെ ഇപ്പോൾ ഈ ജാതിപ്പേര് നിങ്ങൾ നോക്കി, ജാതിപ്പേര് ഇപ്പോൾ നമ്പൂതിരി നായർ എന്നൊക്കെ ജാതിപ്പേര് വിളിക്കുന്നത് നല്ലത്, അവർക്ക് പ്രശ്നമില്ല, അങ്ങനെയാണ്. പക്ഷെ ഒരാളെ പാണൻ പറയുന്നതാണ് ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചു. അപ്പോൾ ആളുടെ ഭാഷയിലും അവരുടെ പേരിൽ പോലും ജാതി നിലനിൽക്കുന്ന ഒരു എന്താണ് വളരെ ജുഗുപ്സാഹം എന്നൊക്കെ പറയാം. അതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ്. അപ്പം ഇതിൽ നേരത്തെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പം 2 കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാം. അതായത് വിഭാഗീയത അല്ലെങ്കിൽ ജാതീയത മനസ്സിലുള്ള ആളുകൾ, അത് പറയുന്ന പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും പറയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇത് അനുഭവിക്കുന്ന ആളുകൾ, ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കുന്ന ആളുകളിലും ഈ ഒരു ജാതീയത ഇന്നും നിലനിൽക്കുന്നു എന്നാണ് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന്റെ ഒരു സംഗതി. അങ്ങനെ ഒരു കാര്യം ഇന്നും ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാവില്ലേ? കാരണം ഞങ്ങൾ താഴ്ന്നവരാണ്, ഞങ്ങൾ താഴ്ന്നു നിൽക്കേണ്ടവരാണ് എന്ന് തോന്നുന്നു. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പിന്നെ ജോലി ചെയ്യുന്ന ഒരു ജോലി സ്ഥലത്ത് പിന്നെ അവിടെ നല്ല ബുദ്ധിപരമായിട്ടും കഴിവ് കൊണ്ടും യോഗ്യത കൊണ്ടും ഒക്കെ ഉയർന്ന ഒരാൾ, ഒരു എഴുത്തുകാരനായ ഒരാളുണ്ട്. അയാൾ പാണ്ഡിത്യമുള്ള ആളാണ്. ഒരിക്കൽ ഞാനും അയാളും കൂടി ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതിനേക്കാൾ ജോലിയിലൊക്കെ കുറേ മറ്റൊരു ജോലി ചെയ്യുന്ന ആ രീതിയിലൊന്നും ഒരു ഒരു ഉയർന്ന ജോലി അല്ലാത്ത രീതിയിലുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാൾ വന്നപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ബഹുമാനം ചെയ്തിട്ട് നിന്ന രീതി എനിക്ക് തോന്നി. അതില്ല ആ രീതിയിൽ നിന്ന സമയത്ത് എനിക്ക് അത്ഭുതമായി, എന്താണ് അങ്ങനെ. കാരണം ആ വന്ന ആളേക്കാൾ എല്ലാ അർത്ഥത്തിലും ഇദ്ദേഹം ജോലി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും വൈജ്ഞാനിക അവസ്ഥയിലൊക്കെ വളർന്ന ആളാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വന്ന ആള് ഉയർന്ന ജാതിയിലും ഇയാൾ താഴ്ന്ന ജാതിയിലുമാണ് ജാതിപരമായിട്ടാണ് ബഹുമാനം കൊടുത്തത്, അല്ലാതെ സ്ഥാനം കൊണ്ടല്ല ബഹുമാനം. നമ്മൾ സ്വാഭാവികമായിട്ടും അത് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ കൂടിയിട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വരുന്ന സമയത്ത്, സ്ഥാനത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു ബഹുമാനം കൊടുക്കുക എന്നുള്ളൊരു എണീക്കും. പക്ഷെ ഇവിടെ അതല്ല, ജാതീയതയുടെ കൊണ്ട് അല്ലെ. മാത്രമല്ല ഇതെന്താ പറയുക, ജാതിയതൊക്കെ നമ്മൾക്കിപ്പോൾ അത് മനസ്സിലായി. പലർക്കും ആളെ കണ്ടാൽ, പേര് നോക്കിയാൽ, അവരുടെ രൂപവും ഭാവവും കണ്ടാൽ തന്നെ ഈ ജാതിയൊക്കെ മനസ്സിലാവും. പല ആളുകൾക്കും നിർബന്ധമാണ് പേരിന്റെ അപ്പുറത്തേക്കുള്ള അറിയാവുന്നില്ല. മാത്രമല്ല കണ്ടാൽ തന്നെ പലർക്കും അതൊരു ആദ്യ സമത്വമില്ലാതെ ഇങ്ങനെ ജാതീയത നൂറ്റാണ്ടുകളായി അടിയുറച്ചു പോയതിന്റെ ലക്ഷണമാണത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ മനസ്സിലാവുന്നത്. അപ്പം അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത നിതിൻ രാജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നിതിൻ രാജ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് ഒരു കോളേജിനകത്താണ്, വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്താണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ ഈ ജാതീയതയും വിഭാഗീയതയും ഇല്ലാതാക്കാനുള്ള ഒരു സ്ഥാപനമാണല്ലോ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇടങ്ങളാണ്. അപ്പം ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു. അപ്പം എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ രൂപത്തിലുള്ള വിഭാഗീയതയും മാർജിനലൈസേഷനും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്, അതിപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നിതിൻ രാജ് സംഭവത്തിന് ഇപ്പോൾ നമുക്കറിയാം, കുറേ കോളുകളൊക്കെ ഉണ്ടാക്കിയാണ് രോഹിത് വെമുല, നമുക്കൊക്കെ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ രോഹിത് വെമുല, പിന്നെ അതേപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിതിൻ രാജ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്തിനാണ്? നമുക്ക് സംസ്കാരം ഉണ്ടാക്കാൻ, ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ, എല്ലാവരും സമന്മാരാണെന്ന് അറിയാം. പക്ഷേ ഈ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ തന്നെ ഇങ്ങനെ ജാതീയതയും വിഭാഗീയത ഉണ്ടാകാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിരോധാഭാസമാണ്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള മാനസിക അടിമത്തത്തിന്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ
പിന്നെ അതായത് ഈ താഴ്ന്ന ജാതിക്കാർ സ്വയം തന്നെ വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് താഴ്ന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും മറ്റുള്ളവരെക്കാൾ താഴ്ന്നു നിൽക്കാൻ തന്നെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ രീതിയിൽ സമീപനമുണ്ട്. അത് ഒരിക്കലും ശരിയല്ലല്ലോ. അതുകൊണ്ടുകൂടിയാണ് മേൽ ജാതിക്കാരെപ്പോഴും മേലെ ജാതിക്കാരാവാനുള്ള ഒരു ആ മാനസികാവസ്ഥ അവർക്കുള്ളത്. ഇതിൽ 2 വിഭാഗങ്ങൾ നമുക്ക് കാണാം. അത് ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയാണ്. അതായത് ആ ഒരു ചിന്തയാണ്, തെറ്റായ ചിന്തയാണ്. അപ്പൊ ഒരു അധ്യാപകന്റെ മനസ്സിലുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളിലുണ്ടാകും വിഭാഗീയത. അപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ അവർ പഠിക്കുന്നതും ഒക്കെ എന്താണ് ഇതിനെതിരാണ്. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയോ അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുനാഥന്മാരിൽ നിന്ന് വരെ ഈ വിവേചനം ഉണ്ടായിരുന്നു എന്ന് പഴയ കാലഘട്ടത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. വിദ്യ കൊടുക്കുന്നതിൽ തന്നെ വിഭാഗീയത. പക്ഷെ അതെല്ലാം തുടച്ചു നീക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോഴും അത് നടക്കും. അത് നടക്കുന്നു എന്ന് മാത്രമല്ല, അത് നടക്കുന്ന ക്യാമ്പസുകളാകട്ടെ, അത് ചെയ്യുന്ന അധ്യാപകരാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, അവർക്ക് എത്രമാത്രം നമ്മുടെ നീതിപീഠം അല്ലെങ്കിൽ അവരൊരു ഇതിൽ നിന്ന് പുറത്താക്കുകയോ അവർക്ക് വേണ്ട വിധത്തിലുള്ള ശിക്ഷ ലഭിക്കുകയോ ചെയ്യുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട്? ശിക്ഷ ലഭിക്കുന്നില്ല മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പിന്നെ നിതിൻ രാജ് മാത്രമല്ല, ഇപ്പോൾ കുറച്ചു മുമ്പേ ഒരു ഗവേഷകയായ ദീപ പി മോഹനൻ ആ ദലിത് സ്ത്രീക്കെതിരെ ഭയങ്കര ആക്ഷേപമുണ്ടായി. അവർ 2 ആഴ്ചയോളം പിന്നെ നിരാഹാരം കിടന്നിട്ടാണ് പിന്നെ അവരെ പ്രശ്നങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ അതേപോലെ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു വിപിൻ, ഒരു വിദ്യാർത്ഥി ഇതേപോലെ ഡീനിൽ നിന്ന് പിന്നെ വിവേചനം നേരിട്ട് സംഭവം അതിനെതിരെ കേസെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇത് നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. ഇതിൽ പലതും നമ്മൾ അറിയുന്നത് തന്നെ കുറച്ചായിരിക്കും. കാരണം ഈ നിതിൻ രാജിൻ്റെ വിഷയത്തിൽ തന്നെ അമ്മയോ സഹോദരിയോ ഒക്കെ പറയുന്നുണ്ട് നമ്മൾ കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞപ്പം അദ്ദേഹം, കാരണം എനിക്ക് കേസ് കൊടുത്താൽ എൻ്റെ ഭാവി പോകും. ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് പറയുന്നത് ഈ കേസ് കൊടുത്താൽ. അപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്രയായിരിക്കും. അദ്ദേഹം പറയുന്നത് കേസ് കൊടുത്താൽ എൻ്റെ ഭാവി പോകും, എനിക്ക് മാർക്ക് കുറയും, എന്നെ കൂടുതൽ ആക്ഷേപിക്കും. മാത്രമല്ല അദ്ദേഹം എഴുതിയ അവസാനത്തെ ആ ശബ്ദ സന്ദേശമൊക്കെ വായിച്ചാൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പറയുന്നത് എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു, തെരുവ് പട്ടി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇതൊക്കെ ഒരു നമുക്ക് ശരിക്കും ഞാൻ ഇത് വായിച്ചപ്പോൾ ഒരു സിനിമയിലെ വില്ലനൊക്കെ പറയുന്ന ഒരു കോളേജ് അധ്യാപകൻ കഥയായിട്ട് ഒരു പിന്നെ എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത സംഗതികളായിട്ട് ഒരു കോളേജ് അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയും കൂടിയാണ് ഇങ്ങനെ വിദ്യാർത്ഥികളോട്. മാത്രമല്ല ഈ പല വിദ്യാർത്ഥികളും ഇപ്പൊ ഇതൊക്കെ തുറന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇത് വിദ്യാർത്ഥികളിലും ഈ സമീപനമുണ്ട്. ഇപ്പൊ പുതിയ കുട്ടികൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അവരെ പിന്നെ ഒരു 2ാം കിട ഞങ്ങളാണ് പഠിക്കേണ്ടത്, അവരങ്ങനെ പഠിക്കാൻ യോഗ്യതയല്ല, അല്ലെ അവരൊക്കെ ഭരിക്കേണ്ടത് മേലാളരാവേണ്ടത് ഞങ്ങളാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഇതിൽ മറ്റൊരു വിരോധാഭാസം എന്താ പറയുക, ഇങ്ങനെ ഈ താഴ്ന്ന ഇപ്പോൾ ഈ ഉയർന്ന ജോലിയൊക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കും, വൈസ് ചാൻസലർ, പിന്നെ ഡീനുകൾ, പിന്നെ പ്രൊഫസർമാർ, പ്രിൻസിപ്പൽമാർ, ഇങ്ങനെ ഉന്നത ഇനി അത് മാത്രമല്ല ബ്യൂറോക്രസിയിലൊക്കെ കോടതി ഏത് തലത്തിലും കേസുകൾ നോക്കിയാലും ഈ 5-10% ഉന്നത കുലജാതരാണ് അവിടെ ഭരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്താ പറഞ്ഞാൽ അവർ പറയുന്നത് ഈ നമ്മളെ പല പോസ്റ്റുകളിലേക്കും താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾ കിട്ടാത്തത് കൊണ്ടാണ് നിയമിക്കാത്തതെന്നാണ്. പക്ഷെ ഇതിലെ രസകരമായ സംഗതിയാണ് ഇങ്ങനെ താഴ്ന്ന വിഭാഗത്തിലെ ആളുകൾ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്, കോളേജുകളിലൊക്കെ അവഗണന നേരിട്ട് ഒന്നുകിൽ ആത്മഹത്യ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പിന്നോക്കം പോകുക, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ അവർ മാർക്ക് കുറക്കുന്ന അവസ്ഥ പോലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടി പിന്നെ മുന്നിൽ എത്തൂലല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരെന്തും ആ പോസ്റ്റിലേക്ക് എത്തൂല. അപ്പോൾ എന്നിട്ട് പറയാ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ ആളില്ല. ഇത് അവരോട് ചെയ്യുന്ന ഭയങ്കര ക്രൂരതന്റെ അങ്ങേയറ്റാണ്. ഇപ്പം നവോത്ഥാന കേരളം എന്നാണ് നമ്മളിപ്പോൾ അറിയപ്പെടുന്നത് അല്ലെ? അപ്പൊ നവോത്ഥാന കേരളത്തിൽ സ്വാഭാവികമായിട്ടും നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുണ്ട്. ഈ നവോത്ഥാന നായകന്മാർ ഒട്ടനവധി പല വിഭാഗത്തിൽ നിന്നും, അതായത് മതവിശ്വാസികളിൽ നിന്നും അല്ലാത്തതുമായിട്ടുള്ള പല വിഭാഗങ്ങളിൽ നിന്നും നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുണ്ട്. അവരുടെ വലിയൊരു പ്രവർത്തനമാണ് നേരത്തെ പറഞ്ഞ പഴയ കേരളത്തിൽ നിന്നും പുതിയ കേരളത്തിലേക്കുള്ള ഒരു സഞ്ചാരം എന്ന് പറയുന്നത്. എത്രത്തോളം അല്ലെങ്കിൽ ഏത് രൂപത്തിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും എന്ന് പറയുന്നത്? നമ്മളെ ഈ നവോത്ഥാന നായകർ പറയുമ്പോൾ പല ആളുകളുണ്ട്. അതിൽ ഏറ്റവും പ്രമുഖരെ നമ്മൾ പറഞ്ഞ 5-6 പേരുണ്ട്. ഇപ്പം പിന്നെ ബ്രാഹ്മണ മേധാവിത്വത്തെ ശക്തമായ വിമർശനമാണ് ചട്ടമ്പി സ്വാമികൾ. പിന്നെ അതേപോലെ തന്നെ ആധുനിക ദലിതരുടെ പിതാവെന്നറിയപ്പെടുന്ന പിന്നെ പുലയരുടെയും അധസ്ഥരുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച പരിഷ്കർത്താവാണ് അയ്യങ്കാളി. പിന്നെ അതേപോലെ തന്നെ ജാതി വ്യവസ്ഥകൾ വെല്ലുവിളിച്ച വൈകുണ്ഠസ്വാമി, പിന്നെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെയൊക്കെ പ്രതിഷ്ഠകൾ നടത്തിയ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. പിന്നെ നമ്മളെ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ച കേരള മുസ്ലിം നവോത്ഥാനവും പിന്നോക്ക നവോത്ഥാനത്തിൻ്റെ ഒക്കെ പിതാവായ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെയുള്ള ഒട്ടനവധി, പിന്നെ സഹോദരൻ അയ്യപ്പൻ, ഇവരൊക്കെ
എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ ഇപ്പോൾ ഇവിടെ ജാതീയത ഉണ്ടാകാൻ പാടില്ല. അതെ, അത്രക്ക് അത്രയും പ്രവർത്തനങ്ങൾ അത്രക്ക് പ്രവർത്തനങ്ങൾ അതിനെ തുടച്ചു നീക്കാൻ വേണ്ടി അവർ സ്വയം തന്നെ പ്രവർത്തകരായി ചെയ്ത. പിന്നെ അതുപോലെ നമുക്കറിയാം ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിലൊക്കെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്താ ചെയ്താൽ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. അതിൽ മുസ്ലിങ്ങളുണ്ട്, ദലിതരുണ്ട്, പുലിയർ, എല്ലാവരും അങ്ങനെ ജാതി വിവേചനം ഇല്ലാതെ. അപ്പോൾ ഇങ്ങനെയും ഒരു നവോത്ഥാനം ഉണ്ടാക്കിയ കേരളത്തിൽ ഇപ്പം ഈ രീതിയിൽ പിന്നെ ഒരു ഉച്ചനീചത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് എത്രയും പെട്ടെന്ന് ഏതൊക്കെ രീതിയിലാണോ നമുക്കത് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ നവോത്ഥാന കേരളം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, അസംസ്കൃത കേരളം എന്നൊക്കെ പറയേണ്ടി വരും. അപ്പം ഇതിന് ഇങ്ങനെ ഒരു പരിഹാരം ഗവൺമെന്റ് കണ്ടിട്ടും അത് വേണ്ട വിധത്തിലുള്ള അതിന്റെ എഫക്റ്റ് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വരുത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിന് മാറ്റങ്ങൾ അപ്പോൾ ഉദാഹരണമായിട്ട് ശരിക്കും ഇപ്പം സംഭരണത്തിൽ തന്നെ പിന്നെ ശതമാനം ആണല്ലോ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ മുന്നോക്ക സംഭരണം ഉണ്ട്. ഈ മുന്നോക്ക സംഭരണം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും സംഭരണത്തെ പൊളിക്കുന്നതാണ്. പിന്നെ ഈ ശരിക്ക് കേരളത്തിൽ വേണ്ടി ഇപ്പോൾ ഉള്ള ഈ സംഭരണത്തിന് തോതല്ലേ ജാതി സംഭരണം. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം 80% ബേസിക്കലി അധസ്ഥിത വിഭാഗങ്ങളാണ്. പക്ഷേ എല്ലാ ഉന്നത തസ്തികകളിലും 80% ആരാണ്? സവർണ ആളുകൾ അല്ലെങ്കിൽ ഉന്നത കുല. അപ്പോൾ ജാതി അടിസ്ഥാനത്തിൽ ഇപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം SC ST ഒരു 7% ഇന്ത്യയിലുള്ളതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കേരളത്തിലാണ് കേരളത്തിൽ. അപ്പം ആ 7% എന്ത് ചെയ്യണം? എല്ലാ ജോലിയിലും അവർക്ക് സംവരണം കൊടുക്കും. അപ്പോൾ ഈ തുല്യമാവുള്ളൂ, ആ തുല്യത വരുള്ളൂ. അങ്ങനെ ആ ജാതി അപ്പോൾ ശരിക്കും നമ്മൾ ജാതി സംവരണത്തെ പറയുമ്പോൾ പിന്നെയും ജാതി പിന്നെ സംവരണം ചെയ്താൽ ജാതീയത ഉണ്ടാകുമല്ലോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് ഇല്ലാതാക്കാനാണ് ഇപ്പോൾ ജാതി സംവരണം നമ്മൾ പറയുന്നത്. കാരണം അങ്ങനെ എല്ലാവരും തുല്യരാവണം. പക്ഷെ ഇപ്പോൾ ഈ അവസ്ഥയിൽ പോയാൽ ഇതേപോലെ സമരം ഇന്നും പിന്നെ കുറച്ച് ആളുകൾ ഇന്നും ഉയർന്നവരും ബാക്കിയുള്ളവരൊക്കെ ജാതിയിൽ സംവരണത്തിൽ ഒന്നുകൂടി ജാതി സംവരണം അത് ഒരു പിന്നെ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ആസൂത്രിതമായ ഓരോ സമൂഹത്തെയും ഓരോ അതാണ് നീതി ഉണ്ടാവുക. നീതി ന്യായം എന്നൊക്കെ പറഞ്ഞതല്ലേ. ഓരോ സമൂഹത്തിനും ഓരോ ജാതിക്കും ഓരോ സമുദായത്തിനും അർഹമായ അവരുടെ ജനപ്രാതിനിധ്യത്തിനനുസരിച്ചുള്ള സംവരണം നടപ്പാക്കണം. പിന്നെ ഈ അതിൻ്റെ മറവിൽ ഈ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് പാടില്ല. കാരണം സാമ്പത്തിക സംവരണം ഉള്ളത് കൊണ്ട് തന്നെ എന്താവും, ഈ ആ ജാതി സംവരണത്തിൽ കൊടുക്കേണ്ട ആളുകൾക്ക് പോലും ഈ ഉന്നത സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഉന്നത ജാതിയിൽ ഇവിടെ സാമ്പത്തിക സമത്വം അല്ലല്ലോ ഉണ്ടാക്കുന്നത്, ജാതി സംവരണമാണ്. അപ്പോൾ ആ ജാതി സംവരണം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ജാതികൾ തുല്യമാകാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രമേണ എന്ത് ചെയ്യും? ചിലപ്പോൾ പതിറ്റാണ്ടുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അങ്ങനെ നമ്മൾ ചെയ്താൽ നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി തന്നെ എന്ത് ചെയ്യും? ഈ ജാതികൾ ഇല്ലാതായി ഏകദേശം എല്ലാവരും തുല്യരാകും. പിന്നെ അവിടെ ജാതി പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അതോടൊപ്പം ചെയ്യേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും പിന്നെ ആളുകൾ ഇങ്ങനെ ജാതി അധിക്ഷേപം നേരിടുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ ഏതൊക്കെ രീതിയിൽ നിയമ നടപടി. ഇപ്പം നിതിൻ രാജിന്റെ കോളേജിൽ തന്നെയുള്ള അവരെ തൽക്കാലം സസ്പെൻഡ് ചെയ്തു. പക്ഷെ നമുക്കറിയാം ഇതേപോലെ സിദ്ധാർത്ഥ് മരിച്ചിട്ട് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവരൊക്കെ തിരിച്ചെടുത്തു. ഇതേപോലെ ഇതിലും ആര് കളിക്കും? മേൽജാതിക്കാർ കളിക്കും. അതായത് അവർ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവർ ഉള്ള ഒരു ഇപ്പം നിയമ വ്യവസ്ഥയിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരിലാണെങ്കിലും ഇത് ചെയ്യേണ്ട ആളുകളുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല. അതിന് ഒരു മാറ്റം വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ അഗസ്ത്യത വിഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം? മുകളിലോട്ട് വരികയും അവരതിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ അപ്പോഴാണ് ആ ഒരു സംവിധാനം വളരെ വ്യവസ്ഥാപിതമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവരോട് ശക്തമായ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം, നിയമ നടപടികൾ സ്വീകരിക്കണം. അങ്ങനെ ആകുമ്പോഴേ ഇത് ഇല്ലാതാക്കും. നമ്മൾ ഇങ്ങനെ ലോകത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പം ഇങ്ങനെയുള്ള വിഭാഗീയതകൾ ഉണ്ടായിരുന്ന, വിവേചനങ്ങൾ ഉണ്ടായിരുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അതിപ്പം നമ്മൾ ഈ ഇവിടെ ചർച്ച ചെയ്യുമ്പം ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ അങ്ങേയറ്റത്തെ ജാതീയതയും വിഭാഗീയതയും വർണ്ണവിവേചനങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലമായിരുന്നു പ്രവാചകൻ്റെത്. ആ പ്രവാചകൻ ആ സമൂഹത്തെ ഏതാനും വർഷങ്ങൾക്കിപ്പുറം ആ ജാതീയതയും വിഭാഗീയതയും ഒന്നുമില്ലാതെ അടിമത്വം ഒക്കെ ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാക്കുവാനും അവരെ പരസ്പരം ആലിംഗനം ചെയ്യുവാനും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം അവരെ അളക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലെ പ്രവാചകൻ കാണിച്ച പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്ന അധ്യാപനങ്ങൾ നമുക്ക് ഇവിടെ ഉപയോഗിച്ചുകൂടെ? അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൂടെ എന്നുള്ളതാണ്. തീർച്ചയായും കാണാമെന്ന് മാത്രമല്ല, നമുക്ക് ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഈ കേരളത്തിൻ്റെ ചരിത്രം നോക്കും. കേരളത്തിൽ ഈ ജാതീയത മാറാനുള്ള ബേസിക് കാരണം എന്താ? അറേബ്യൻ കച്ചവടക്കാർ വന്ന് ശരിക്കും ഇസ്ലാമിൻ്റെ പ്രചരണമാണ്. അതിനുശേഷമാണ് ഈ ജാതിയൊക്കെ ഈ രീതി ഏകദേശം ഇപ്പോൾ ഏതൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് അതിനൊക്കെ കാരണം ഒന്നാമതായിട്ട് ഇസ്ലാമിൻ്റെ പിന്നെ
എന്താണ് പ്രചരണമാണ്. അത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ മുഗളന്മാർ വെച്ച ഏത് ലോക സാഹചര്യത്തിൽ, കാരണം ഇത് കണിശമായ സമത്വവും നീതിയാണ് ഇസ്ലാമിൽ. അതെ അതെ ഇപ്പോൾ ഖുർആൻ ബേസിക്കലി ഇങ്ങനെ എല്ലാ വിവേചനങ്ങളെയും, ഇപ്പം ഖുർആനിലെ അധ്യാപനം തന്നെങ്ങളില്ലേ, മനുഷ്യരെ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. അതോടുകൂടി എന്തായി, എല്ലാവിധ ജനനം മുഖേനുള്ള എല്ലാ ജാതിയുടെയും കടക്കലകത്തി വെക്കുന്നത്. ഇത് പ്രവാചകൻ അവിടെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു. പിന്നെ നമ്മൾ പരസ്പരം പിന്നെ എന്നിട്ട് അതിൻ്റെ വിശദീകരണം കൂടി പറയുന്നുണ്ട് ഖുർആൻ. അതായത് നിങ്ങൾ എങ്ങനെ ജാതികളും വർഗ്ഗങ്ങളും ഒക്കെ ആക്കിയത് എന്താണ്, നിങ്ങൾ തിരിച്ചറിയാനാണ്. നമ്മൾ ആഫ്രിക്കയിലാണ് നമ്മൾ ജനിച്ചെങ്കിൽ നമ്മൾ തൊലി കറുപ്പായിരിക്കും. ആഫ്രിക്കയിൽ ഇപ്പോൾ ജനിക്കുന്ന ഒരാൾ പാശ്ചാത്യ ലോകത്താണ് ജനിച്ചെങ്കിൽ അവിടെ വെളുപ്പുണ്ടാവുക. പിന്നെ ആ ആൾ ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ തവിട്ട് കളറിലുണ്ടാവുക. ഇത് നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജ സൂര്യപ്രകാശം എടുത്ത് കറുപ്പാവും. അല്ലാതെ ജനനവുമായിട്ട് അതിന് എന്ത് ബന്ധമുള്ളത്? പിന്നെ ആളുകളെ ഈ ജനനം മുഖേന ഇങ്ങനെ വിഭാഗീയമായി തിരിക്കുന്നത് ശരിക്കും മനുഷ്യത്വ വിരുദ്ധമാണല്ലോ. കാരണം ആളുകൾ കർമ്മം കൊണ്ടും ധർമ്മം കൊണ്ടുമാണ് എന്താണ് ഉന്നതരാകേണ്ടത്, അല്ല ജനം കൊണ്ടും നിറം കൊണ്ടൊന്നും അല്ല. വിശുദ്ധ ഖുർആനിൽ അത് തന്നെ പറയുന്നുണ്ട്. അതായത് പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഒരാൾ ഉന്നതി ആവുന്നത്, അതായത് സൽക്കർമ്മങ്ങൾ കൊണ്ടാണ് ഉന്നതരാകുന്നത്. നിങ്ങളിൽ ഏറ്റവും ഉന്നതർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് പറയുന്നത്. അപ്പൊ ഇത് പ്രവാചകൻ എന്ത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം പ്രചരിക്കുന്ന ഏതൊക്കെ സ്ഥലത്ത് ഉണ്ടോ അവിടെയൊക്കെ ഈ സമത്വം കൂടുതൽ ഉണ്ടാകുന്ന മാത്രമല്ല, ഇവിടെ ഈ ഇസ്ലാം പ്രചരിക്കുന്നതിനുള്ള മെയിൻ കാരണം തന്നെ എന്താ, ഇസ്ലാമിൽ ഈ വിവേചനം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒട്ടനവധി ആളുകൾ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്ന സമയത്ത് കൂടുതലും ആരാണ്, ഇപ്പൊ നമ്മൾ പറയപ്പെടുന്ന പോലെയുള്ള ആളുകൾ, അടിമകളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള സാമ്പത്തിക ശേഷി കുറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയതായിരുന്നു ഒരു പക്ഷേ ബിലാൽ റളിയല്ലാഹുവിനെ ആ കഅബയുടെ മുകളിൽ പോയി ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചത്. കാരണം എല്ലാ ആളുകളും നമ്മൾ പറയുകയാണെങ്കിൽ ഉന്നത കുലജാതന്മാരായിട്ടുള്ള ആളുകളൊക്കെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രവർത്തനത്തിന് എന്നെ വിളിക്കുമെന്ന് കാത്തിരിക്കുമ്പം അവിടെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും അടിമയായിട്ടുള്ള കറുത്ത നിറമുള്ള ഒരു മനുഷ്യനെയാണ് പ്രവാചകൻ ആ ഒരു കർമ്മത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നത്. അപ്പം അതിലൂടെ ഉറപ്പിക്കുകയാണ് നിങ്ങൾക്കിടയിൽ വിഭാഗീയതയില്ല എന്നും പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്നും എന്നുള്ളത് ഉറപ്പിക്കുകയായിരുന്നു ഇസ്ലാം അവിടെ ചെയ്തത് എന്നുള്ളതാണ് അല്ലേ. ഇത് അതിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു പ്രവാചകന്റെ ഒരു പിന്നെ സ്വഹാബി ഒരാളെ കറുത്തവന്റെ കറുത്തവളുടെ മകനെ എന്നൊക്കെ വിളിച്ചപ്പോൾ അപ്പം തന്നെ ശക്തമായി എതിർത്ത് മാത്രമല്ല അദ്ദേഹത്തെ തിരിച്ച് മുഖത്തടിക്കാനൊക്കെ പറയുന്ന സംഭവങ്ങൾ അത്രക്ക് പിന്നെ ഇസ്ലാമിൻ ശരിക്കും ഇത്രയും ഇത്രയും കൃത്യമായും വ്യക്തമായിട്ടും സമത്വം സിദ്ധാന്തിച്ച മറ്റൊരു മതവും ഒരർത്ഥത്തിലില്ല ഇസ്ലാമിൻ്റെ അത്രയും. ഇപ്പോൾ ക്രിസ്തു മതത്തിലൊക്കെ സ്വാഭാവികമായിട്ട് പിന്നെ സമത്വം ഉണ്ടെങ്കിലും അവരും ഈ ജാതീയതയുടെ ലക്ഷണങ്ങൾ അതിലുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ അർത്ഥത്തിൽ കൂടുതൽ ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാതീയത എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നും തുടച്ചു നീക്കിയ അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കിയ, കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇല്ലാണ്ടാക്കിയ ഒരു വ്യവസ്ഥിതിയാണ്. എന്നാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പല ആളുകളും പല ശക്തികളും ശ്രമിക്കുന്നു. അത് കുറവാണെങ്കിൽ കൂടി അതീവ തീവ്രമായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആദ്യം മനുഷ്യന്റെ മനസ്സുകളിൽ മാറ്റം ഉണ്ടാവണം. ഓരോ ആളുകളുടെയും, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഓരോ മനുഷ്യന്റെയും മനസ്സുകളിൽ അത് മാറ്റം ഉണ്ടാക്കണം. അടുത്തൊരു റെമഡി എന്ന് പറഞ്ഞാൽ ശക്തമായ നിയമ നിർമ്മാണങ്ങൾ അതിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിൽ അങ്ങനെ ചെയ്ത, ഇങ്ങനെ വർണ്ണ വിവേചനം നടത്തിയ, ജാതി വിവേചനം നടത്തിയ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുമ്പം സംവരണങ്ങളിൽ ഒരു ശതമാനങ്ങളിൽ വർധനവൊക്കെ ഉണ്ടാകുമ്പം ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു നാടിന് വേണ്ടി, നല്ലൊരു കേരളത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും റേഡിയോ ഇസ്ലാം സമകാലികത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.